ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രഗ്നൻസിയുടെ 34ാമത്തെ ആഴ്ചയിലെ 34 വീക്കിലെ അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 34ാമത്തെ ആഴ്ചയിൽ നമ്മുടെ കുഞ്ഞിന് ഏകദേശം നമുക്ക് ആദ്യം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ ഹൈറ്റ് ഏകദേശം ഒരു 43 സെന്റിമീറ്റർ മുതൽ ഒരു 45 സെന്റിമീറ്റർ വരെ ആയിരിക്കും നമ്മുടെ കുഞ്ഞിന്റെ ഏകദേശം ഹൈറ്റ്. അതുപോലെ തന്നെ വെയിറ്റ് നമ്മുടെ കുഞ്ഞിനൊരു 2.1 kg മുതൽ 2.3 kg വരെ ആയിരിക്കും നമ്മുടെ കുഞ്ഞിന് ഏകദേശം വെയിറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആൺകുഞ്ഞാണെങ്കിൽ, നമ്മുടെ വയറ്റിലുള്ളത് ആൺകുഞ്ഞാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വൃഷണം, കുഞ്ഞുങ്ങളുടെ ടെസ്റ്റിസ് എന്ന് പറയും. ഈ ടെസ്റ്റിസ്, ആൺകുഞ്ഞുങ്ങളുടെ ടെസ്റ്റിസ് വയറിനുള്ളിലായിരിക്കും അത് വളർന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ അത് വയറിനുള്ളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി താഴെയുള്ള സ്ക്രോട്ടത്തിൽ വന്ന് വീഴുകയാണ് ചെയ്യുക. അപ്പൊ അത് ഈ സമയത്തായിരിക്കും, ഏകദേശം ഈ സമയം ആകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ വൃഷണം, ടെസ്റ്റിസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ക്രോട്ടത്തിൽ വന്നെത്തിയിട്ടുണ്ടായിരിക്കും. ഇനി അഥവാ ഡെലിവറി കഴിഞ്ഞിട്ട് ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ടെസ്റ്റിസ് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു വയസ്സിനുള്ളിൽ തന്നെ അത് തന്നെ താഴേക്ക് ഇറങ്ങി വരും. അതുപോലെ തന്നെ ഈ സമയത്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഫാറ്റ് ഡെപ്പോസിഷൻ കൂടാണ്. അപ്പൊ ഈ ഫാറ്റ് ആണ് നമ്മുടെ കുഞ്ഞിന്റെ സ്കിന്നിന് കളറും അതുപോലെ തന്നെ കുഞ്ഞിന്റെ സ്കിന്ന് സോഫ്റ്റ് ആക്കി വെക്കുന്നതൊക്കെ ഈ ഫാറ്റ് ആണ്. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് ഒക്കെ ഈ സമയത്ത് ഈ ഫാറ്റ് കണ്ടന്റ് കൂടുന്നതുകൊണ്ട് തന്നെ വെയിറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് നമ്മുടെ ത്വക്കാണ്, സ്കിന്നാണ്. അപ്പൊ ഈ സ്കിന്നിന് 3 ലെയേഴ്സ് ഉണ്ട്. സ്കിന്നിന്റെ 3 ലെയറിൽ ആദ്യം നമുക്ക് പുറംപാളി, പിന്നെ അതിന്റെ അടിയിൽ മധ്യപാളി, പിന്നെ ഏറ്റവും ഇടയിൽ ആന്തരിക പാളി എന്ന് പറയുന്ന 3 ലെയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 3 ലെയറിലും കുഞ്ഞിന് ഏകദേശം ഒരു 5 മുതൽ 7 ആഴ്ചക്കുള്ളിലാണ് കുഞ്ഞിന്റെ പുറം പാളി, കുഞ്ഞിന്റെ സ്കിന്നിലുള്ള പുറം പാളിയും അതുപോലത്തെ ഏറ്റവും അടിയിലുള്ള ആന്തരിക പാളിയുടെയും ഡെവലപ്മെന്റ് കഴിയുന്നത് ഒരു 7 ആഴ്ചക്കുള്ളിലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 9-10 ആഴ്ച ആകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞിന്റെ മധ്യപാളി, നടുക്കിലുള്ള സ്കിന്നിന്റെ ലെയറിന്റെ ഫോർമേഷൻ കഴിയുന്നത്. അപ്പൊ ഈ നടുക്കിലുള്ള മധ്യപാളിന്നാണ്, ആ സ്കിന്നിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞിന്റെ ദേഹത്തുള്ള ഹെയർ മുടികൾ വരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ബോഡിയിലൊക്കെ മുടികൾ വരുന്നത് ഈ മധ്യപാളിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഹെയർ, കുഞ്ഞിന്റെ ദേഹത്ത് കാണുന്ന ലാനുക എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഏകദേശം 10 ആഴ്ച മുതൽ വന്നു തുടങ്ങുന്നത് ഈ മധ്യപാളിയുടെ എന്താ പറയാ, അതിന്റെ വളർച്ച കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇനി നമ്മുടെ കുഞ്ഞിന്റെ ഈ സമയത്തൊക്കെ നമ്മുടെ കുഞ്ഞിന്റെ ബോഡിയിൽ പിഗ്മെന്റിന്റെ ഫോർമേഷൻ തുടങ്ങുകയാണ്. കുഞ്ഞിന്റെ സ്കിന്നിലൊക്കെ പിഗ്മെന്റ് ഉണ്ടാവാൻ, ഫാറ്റ് ഡെപ്പോസിഷൻ നടക്കുന്നതിന്റെ കൂടെ പിഗ്മെന്റ് ഉണ്ടാവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഈ പിഗ്മെന്റ് ആണ് നമ്മുടെ കുഞ്ഞിന്റെ സ്കിന്നിൽ ഒരു പിങ്ക് നിറം കൊടുക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞിന്റെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആക്കി വെക്കുന്നതൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ സ്കിൻ ജനിക്കുന്ന സമയത്തൊക്കെ ഒരു പിങ്ക് കളറായിരിക്കും. പിന്നെ കുഞ്ഞ് ജനിച്ച് 2-3 മാസം കഴിയുന്നതോറും കുഞ്ഞിന്റെ കറക്റ്റ് ആയിട്ടുള്ള കളറ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നോക്കാം. അമ്മയ്ക്ക് ഈ സമയത്ത് 34 വീക്കിലെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഡെലിവറി അടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. നമ്മുടെ വയറ് വലുതാവുന്നുണ്ടായിരിക്കും, നമുക്ക് അവിടെ ഇവിടെയൊക്കെ വേദനകൾ ഉണ്ടായിരിക്കും, പുറം വേദന, തണ്ടൽ വേദന, ഒരുപാട് വേദനകൾ ഉണ്ടായിരിക്കും. പിന്നെ ചിലർക്ക് ഈ സമയത്ത് കാഴ്ച മങ്ങുന്നതായിട്ട് തോന്നും, നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല, മങ്ങിയതുപോലെ കാണുന്നു, അങ്ങനെയൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ വേഗം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. കാരണം ഇതൊക്കെ നമ്മുടെ പ്രഗ്നൻസിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഹോർമോൺസിന്റെ വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രഗ്നൻസി കഴിയുമ്പോൾ മാറിക്കോളും. പക്ഷെ എന്നാലും നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് തലകറക്കം അല്ലെങ്കിൽ ഛർദി, BP കൂടെ, പ്രഷർ കൂടെ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ കൂടെ കാഴ്ച മങ്ങുന്നതിന്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അപ്പോഴും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം. അതുപോലെ നീര്, നമ്മുടെ മുഖത്തും കയ്യിലും കാലിലൊക്കെ ഭയങ്കരമായിട്ട് നീര് പെട്ടെന്ന് കൂടുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇതൊക്കെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞാൽ മാറിപ്പോയിക്കോളും. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ K. നമ്മുടെ ബ്ലഡിന്റെ അളവൊക്കെ കൂടുന്ന സമയമാണിത്. ഡെലിവറി അടുക്കും തോറും നമ്മുടെ ബോഡിയിൽ ബ്ലഡിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബ്ലഡ് കട്ടിയാവാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക്, എല്ലുകളുടെ ബലത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനും അമ്മയ്ക്കും കുഞ്ഞിന് ഹൃദ്രോഗം ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് ഈ വൈറ്റമിൻ K ഒരുപാട് ആവശ്യമാണ്. ഈ കിവി, അതുപോലെ തന്നെ ചീര, പിന്നെ നട്ട്സ്, ഇതിലൊക്കെ നമ്മുടെ ഈ വൈറ്റമിൻ K അടങ്ങിയിട്ടുണ്ട്. പിന്നെ മാതള നാരങ്ങ, ഓറഞ്ച്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ K ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് എന്താ പറയുക, സ്ട്രെച്ചിങ് എക്സസൈസുകൾ, ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങാം. നമ്മുടെ നോർമൽ ഡെലിവറി നടക്കാനായിട്ടും ഡെലിവറിക്ക് ആ പെയിൻ സഹിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ വേഗം പെട്ടെന്ന് ഡെലിവറി നടക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇനി ഉൾപ്പെടുത്താം. ഷുഗർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഡെയിലി ഒരു 7-8 ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക്, ഈന്തപ്പഴമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഈ ഈന്തപ്പഴമൊക്കെ കഴിക്കുന്നത് നമ്മുടെ നോർമൽ ഡെലിവറി നടക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നന്നായി ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, പിന്നെ നന്നായി വെള്ളം കുടിക്കുക. ഈ സമയത്ത് നന്നായി വെള്ളം കുടിക്കണം. പ്രഗ്നൻസിയിൽ ഫുൾ നമ്മൾ നന്നായി വെള്ളം കുടിക്കണം.
അപ്പൊ ഇനി അങ്ങോട്ട് നന്നായി വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് 34 വീക്കിൽ അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.